ഇനി അതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ PDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ഓഫ് ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പൊ നമ്മുടെ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത് അയോട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ഫീറ്റൽ സർക്കുലേഷനിൽ പഠിക്കുമ്പോൾ കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ക്ലോസ് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് ക്ലോസ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള കണ്ടീഷനാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻസിഡൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് it is mostly in premature infants or infants born to a mother who had rubella during the first trimester of the pregnancy. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് ദ pregnancy-ല് റുബല്ല ഉണ്ടായിട്ടുള്ള അമ്മമാരുടെ കുട്ടികൾക്കാണ് മെയിൻ ആയിട്ടും ഈ PDA കാണപ്പെടുന്നത്. ഇനി പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഫൈനലി എന്താണ് നമുക്ക് വേണ്ടത്? പൾമണറി കൺജഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് പാസസ് ഫ്രം ദ അയോട്ട ടു ദ പൾമണറി ആർട്ടറി. അപ്പൊ അയോട്ടയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് എന്ത് ഫ്ലോ ചെയ്യുന്നു? അപ്പൊ നമ്മളെല്ലാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള മൂവ്മെന്റ് ആ പഠിച്ചത്. ASD-യിൽ പഠിച്ചത് ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക്, പക്ഷെ VSD-യിൽ പഠിച്ചത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക്. ഇനി നമ്മൾ PDA-യിൽ പറയുന്നത് അതിന്റെ തൊട്ട് താഴെ അടുത്ത സെക്ഷൻ, അതായത് ഗ്രേറ്റ് വെസൽസ്. അയോട്ടയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ഗ്രേറ്റ് വെസൽ ആണ് അയോട്ട, റൈറ്റ് സൈഡിലത്തെ പൾമണറി ആർട്ടറി. അപ്പൊ അയോട്ട ടു പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നതാണ് ത്രൂ ദ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പൊ ഇത് ഓർക്കാനും എളുപ്പമാണ്. ആദ്യം ഏട്രിയ, പിന്നെ വെൻട്രിക്കിൾ, പിന്നെ ഗ്രേറ്റ് വെസൽസ്, അങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഓർക്കാനായിട്ട്. അപ്പം ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം അയോട്ട മിക്സസ് വിത്ത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ദ പൾമണറി ആർട്ടറി. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ലങ്സിലേക്ക് പോകുമ്പോൾ ലങ്സിന്റെ ബ്ലഡ് വോളിയം കൂടുന്നു. അങ്ങനെ പൾമണറി ഹൈപ്പർ ടെൻഷനും കൺജഷനും ഫോം ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മുടെ ബ്ലഡ്, ഒരുപാട് ബ്ലഡ് ഹൈ പ്രഷറിൽ ഈ PDA വഴി, അതായത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് വഴി പൾമണറി ആർട്ടറിയിലേക്കും ലങ്സിലേക്കും ഒക്കെ ലങ്സിലേക്ക് കയറുമ്പോഴത്തേക്കും ഈ പൾമണറി ആർട്ടറിയിൽ കൂടെ ആയിരിക്കുമല്ലോ ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ പൾമണറി ആർട്ടറി ഇറിറ്റേറ്റഡ് ആൻഡ് ഇൻഫ്ലെയിംഡ് ആയിട്ട് മാറുന്നു. ഇൻഫ്ലെയിംഡ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ അത് ബ്ലഡ് സ്ട്രീം വഴി ഏതെങ്കിലും ബാക്ടീരിയാസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചുറി, നമ്മൾ പറഞ്ഞായിരുന്നു ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റപ്ചർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചേർഡ് ഏരിയയിലേക്ക് ബാക്ടീരിയാസ് റഷ് ചെയ്ത് കയറിയിട്ട് അവിടെ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കറിയാമായിരുന്നു എൻഡോകാർഡിയോ എന്ന് പറഞ്ഞ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ഹാർട്ട് ആണ്. അത് ബ്ലഡ് വെസൽസിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ് ആയിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും ബ്ലഡ് വെസലിന്റെ അകത്തെ ഒരു ലെയർ ആണ് എൻഡോത്തീലിയം ലെയർ ആണ് ശരിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ബാക്ടീരിയാസ് ഇൻവേഡ് ചെയ്തിട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ PDA-യുടെ കാര്യം ഓർക്കുക. അയോട്ടയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ലാർജ് വോളിയം ബ്ലഡ് ലങ്സിലേക്ക് പോയിട്ട് അവിടെ പൾമണറി ഹൈപ്പർ ടെൻഷനും കൺജഷനും ഫോം ചെയ്യുന്നു. അപ്പൊ പൾമണറി ആർട്ടറിയിൽ കൂടെ ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഇറിറ്റേറ്റഡ് ആൻഡ് ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞിട്ട് ഫൈനലി ബാക്ടീരിയ വന്ന് ഇൻവേഡ് ചെയ്ത് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റീസ് ആക്കി മാറ്റുന്നു. ഇനി അതിന്റെ ഡയഗ്നോസിസ് നോക്കേണ്ടത്, ഇതിന്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു കണ്ടിന്യൂസ് മെഷീനറി മർമർ ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇൻ ദ ലെഫ്റ്റ് ഇൻഫ്രാ ക്ലാവിക്കുലർ റീജിയൻ. ഇതിങ്ങനെ ഓർക്കാം. മെഷീനറി മർമർ എവിടെയാ കാണുന്നത് ചോദിച്ചാൽ PDA-യിലാണ് അത് കാണുന്നത്. കണ്ടിന്യൂസ് മെഷീനറി മർമർ ഇൻ ദ ലെഫ്റ്റ് ഇൻഫ്രാ ക്ലാവിക്കുലർ റീജിയൻ. ഇത് എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ മെഷീനറി മർമർ ആണ് ഈ PDA-യിൽ കാണുന്നത് ഇൻ ദ ലെഫ്റ്റ് ഇൻഫ്രാ ക്ലാവിക്കുലർ റീജിയൻ. ഇനി അടുത്തത് ഇത്രയാണ് നമ്മൾ സൈനോട്ടിക് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസൈനോട്ടിക് ആണ്. അപ്പൊ എസൈനോട്ടിക്കിന്റെ അകത്ത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോയിന്റെ 3 കമ്പോണന്റുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ASD, VSD ആൻഡ് PDA. അതായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്തത് ഒരു ഡിവിഷനും കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എസൈനോട്ടിക്കിന്റെ അകത്ത്. അതെന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഫ്രം ദ വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നത് കാരണം ഉണ്ടാകുന്ന കൺജനീറ്റൽ ഹാർട്ട് ഡിസീസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് എസൈനോട്ടിക് ഹാർട്ട് ഡിസീസസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ടു ദ ബ്ലഡ് ഫ്ലോ ഫ്രം ദ വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൽ നിന്ന് അടുത്ത ഗ്രേറ്റ് വെസൽസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാത്തത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൊയാക്ടേഷൻ ഓഫ് അയോട്ട, അയോട്ടിക് സ്റ്റീനോസിസ് ആൻഡ് പൾമണറി സ്റ്റീനോസിസ്.
അപ്പൊ മെയിൻ ആയിട്ട് വെൻട്രിക്കിൾസിൽ നിന്ന് അടുത്ത ബ്ലഡ് വെസൽസ് ഏതാണ്? അയോട്ടയും പൾമണറി ആർട്ടറിയും. അങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന വാൽവുകൾ ഏതൊക്കെയാണ്? അയോട്ടിക് വാൽവും പൾമണറി വാൽവും. അതിന് രണ്ടിനും സ്റ്റീനോസിസ് വരുന്ന കണ്ടീഷനാണ് അയോട്ടിക് സ്റ്റീനോസിസ്, പൾമണറി സ്റ്റീനോസിസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. കൊയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ അയോട്ടയ്ക്ക് നാരോയിങ് ഉണ്ടാവുന്നതാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻ, ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റീനോസിസ് കണ്ടീഷൻസ് ആദ്യം നോക്കാം. ആദ്യം അയോട്ടിക് സ്റ്റീനോസിസ്. അപ്പൊ കൺജനൈറ്റൽ അയോട്ടിക് സ്റ്റീനോസിസ് എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്സ്ട്രക്ഷൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഔട്ട്ഫ്ലോ ട്രാക്ട്, LVOT. അതെന്ന് പറയുന്നത് അയോട്ടിക് സ്റ്റീനോസിസിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് വഴിയാണ്. ആ അയോട്ടിക് വാൽവിന് ഉണ്ടാവുന്ന നാരോയിങ് ആണ് അയോട്ടിക് സ്റ്റീനോസിസ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് അയോട്ടയിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. അതാണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 രീതിയിൽ ഉണ്ടാകാം: വാൽവാർ, സബ് വാൽവാർ ആൻഡ് സുപ്രാ വാൽവാർ. അപ്പൊ ഈ ഒരു സ്റ്റീനോസിസ് എവിടായിട്ടാണ് സ്റ്റീനോസിസ് ഉണ്ടാവുന്നതാണ്? സ്റ്റീനോസിസ് നാരോയിങ്ങിന്റെ പൊസിഷൻ എവിടായിട്ടെന്ന് പറഞ്ഞാൽ വാൽവാർ ലെവലിൽ ഉണ്ടാകാം. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ആ വാൽവിന്റെ കാര്യം, അയോട്ടിക് സ്റ്റീനോസിസ് ആണല്ലോ മോസ്റ്റ് കോമൺ കോസ്. അപ്പൊ വാൽവാർ കോസ് ആണ് മോസ്റ്റ് കോമൺ കോസ്. സബ് വാൽവാർ ആൻഡ് സുപ്രാ വാൽവാർ, അതായത് അതിന്റെ അടുത്ത 2 പൊസിഷൻസിലും സബ് പൊസിഷനിലായിട്ടും സുപ്പീരിയർ പൊസിഷനിലായിട്ടും എന്തുണ്ടാവാം? നാരോയിങ് ഉണ്ടാകാം. പക്ഷെ മോസ്റ്റ് കോമൺലി വാൽവാർ ടൈപ്പ് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺജനൈറ്റൽ അയോട്ടിക് സ്റ്റീനോസിസ്. ഇനി അതിന്റെ ക്ലിനിക്കൽ ഇവാലുവേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇൻ മോഡറേറ്റ് ആൻഡ് സിവിയർ കേസസ് ദ പൾസ് ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി സ്മോൾ ഇൻ ദ വോളിയം with a slow rising ascending limb of the pulse wave called as pulsus parvus et tardus. നമ്മൾ നേരത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടീരിയൽ പൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്ലോ ആയിട്ട് റൈസ് ചെയ്തിട്ട് പിന്നെ സ്ലോ ആയിട്ട് റൈസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് വേവ് ആണ് പൾസസ് പാർവസ് എറ്റ് ടാർഡസ്. അത് കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കൺജനൈറ്റൽ അയോട്ടിക് സ്റ്റീനോസിസ്. അയോട്ടിക് സ്റ്റീനോസിസിലാണ് പൾസസ് പാർവസ് എറ്റ് ടാർഡസ് കാണുന്നത്. അത് നമ്മുടെ ആ സ്ലൈഡിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ പൾസ് വോളിയം എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. കാരണം എന്താണ്? കുറച്ച് ബ്ലഡ് മാത്രമേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് കുറച്ച് ബ്ലഡ് മാത്രമേ പോകുന്നുള്ളൂ. ഔട്ട്പുട്ട് ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്? അസെൻഡിങ് ലിംബ്, സ്ലോ അസെൻഡിങ് ലിംബ് ആയിരിക്കും കാണിക്കുന്നത്. അതിനെയാണ് പൾസസ് പാർവസ് എറ്റ് ടാർഡസ് എന്ന് പറയുന്നത്. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റോളിക് BP മൈനസ് ഡയസ്റ്റോളിക് BP ആണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അത് ലെസ് ദാൻ 20 mmHg-യിലായിരിക്കും അത് കാണുന്നത്. അത്രയും കുറവായിരിക്കും. അതുകൊണ്ട് പൾസസ് പാർവസ് എറ്റ് ടാർഡസ് ബ്ലഡ് വളരെ കുറവായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഹാർട്ട് മേ നോട്ട് ബി എൻലാർജ്ഡ് ബട്ട് ദ അപ്പെക്സ് ബീറ്റ് ഈസ് ഹീവിംഗ് ഇൻ ദ നേച്ചർ. ഹാർട്ട് എൻലാർജ്ഡ് ആയിരിക്കത്തില്ല, പക്ഷെ അപ്പെക്സ് ബീറ്റ് നമുക്ക് ഹീവിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന ടൈപ്പാണ്. കാരണം എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ് ബ്ലഡ്. അടുത്ത സ്ഥലത്തിലേക്ക്, അതായത് അയോട്ടയിലേക്ക് പോകുന്നില്ല. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണല്ലോ നമ്മുടെ അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിനെ ഫോം ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെന്ന് നമ്മൾ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പെക്സ് ബീറ്റ് ഭയങ്കര ഹീവിംഗ് എടുത്തറിയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് വന്ന് കിടക്കുന്നു. താഴത്തേക്ക് പോകാൻ നല്ല രീതിയിൽ പറ്റുന്നില്ല, കാരണം അവിടെ സ്റ്റീനോസിസ് ഉണ്ട്. അതുകൊണ്ട് ഹീവിംഗ് ടൈപ്പ് ഓഫ് അപ്പെക്സ് ബീറ്റ് ആയിരിക്കും. പൾസസ് പാർവസ് എറ്റ് ടാർഡസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓസ്കൾട്ടേഷൻ റിവീൽസ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് ഈ വാൽവ് പെട്ടെന്ന് ഓപ്പൺ ആവുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് നമ്മൾ ഓർക്കണം. ഇജക്ഷൻ സിസ്റ്റോളിക് മർമറിന്റെ കൂടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രിസീഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. ആ ഒരു സൗണ്ട് കേൾക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വാൽവിന്റെ അബ്നോർമാലിറ്റി കാരണം വാൽവ് പെട്ടെന്ന് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ആണ് കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. ഇത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ഓഡിബിൾ ഓവർ ദ റൈറ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഫിഗർ കാണിച്ചു തരാം. റൈറ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ എന്ന് പറഞ്ഞു. ഇതാണ് റൈറ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ. ഇവിടാണ് നമ്മുടെ അയോട്ടിക് വാൽവ്. നമ്മളിപ്പോ അയോട്ടിക് സ്റ്റീനോസിസിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്, ഇത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു
ഈ ബോർഡറിലായിട്ടാണ്, റൈറ്റ് സ്റ്റേണൽ ബോർഡറിലായിട്ടാണ്, ഈ ഒരു പൊസിഷനിലായിട്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് പഠിക്കുമ്പം ഈ ഒരു ഫിഗറും കൂടെ വെച്ചിട്ട് വേണം പഠിക്കാൻ. അതായത് നമുക്ക് എവിടാണത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓസ്കൾട്ടേഷൻ റിവീൽസ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് ബെസ്റ്റ് ഹേർഡ് ഓവർ ദ റൈറ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ ആൻഡ് കണ്ടക്റ്റഡ് ടു ദ കരോട്ടിഡ്. അത് മുകളിലേക്ക് നമ്മുടെ കരോട്ടിഡ് ആയിട്ടുള്ള പാർട്ടിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അടുത്തത് ദ പ്രസൻസ് ഓഫ് കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് സജസ്റ്റ് ദാറ്റ് ദ സ്റ്റീനോസിസ് ഈസ് അറ്റ് ദ വാൽവാർ ലെവൽ. വാൽവാർ ലെവലിലാണ് സ്റ്റീനോസിസ് കാണുന്നത്. നമുക്കറിയാം വാൽവാർ ലെവൽ ആണല്ലോ മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞത്. അവിടാണ് സ്റ്റീനോസിസ് എന്ന് കാണിക്കുന്നതാണ് കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. കാരണം വാൽവിന്റെ ഒരു അബ്നോർമൽ സൗണ്ട് ആണ് ആ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു പൾസ് എന്തായിരിക്കും, പൾസസ് പാർവസ് എറ്റ് ആർഡസ് ആയിരിക്കും. ബ്ലഡ് പ്രഷർ പറഞ്ഞു, നാരോ പൾസ് പ്രഷർ ആണെന്ന് പറഞ്ഞു. അപ്പെക്സ് ബീറ്റ് ഹീവിംഗ് ടൈപ്പ് ഓഫ് അപ്പെക്സ് ബീറ്റ് ആണ്. പിന്നെ ഇത് സുപ്രാസ്റ്റേണൽ ത്രിൽ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഫോർത്ത് ഹാർട്ട് സൗണ്ട് അപ്പെക്സിൽ കേൾക്കാൻ പറ്റും. കാരണം എന്തായിരുന്നു, ഏട്രിയൽ സിസ്റ്റം ഫോർത്ത് ഹാർട്ട് സൗണ്ട് ആണ് അപ്പെക്സിൽ ഇവിടെ കേൾക്കാൻ പറ്റുന്നത്. അതും കൂടെ ഇവിടെ ഓർക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഉണ്ടാവുന്നത് ഏട്രിയൽ സിസ്റ്റോളിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പൾസസ് പാർവസ് എറ്റ് ആർഡസ് ഓർക്കുക, ഹീവിംഗ് അപ്പെക്സ് ബീറ്റ് ഓർക്കുക. പിന്നെ കോൺസ്റ്റന്റ് ഇത് പഠിക്കാനുണ്ട്, കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ, അതിന് മുന്നേ ആയിട്ടൊരു കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. കൊയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫിഗർ ഉണ്ട്. ഇതാണ് അയോട്ട, അസെൻഡിങ് അയോട്ട. ഇവിടെ നിന്ന് നമ്മുടെ അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട. കൊയാക്ടേഷൻ ഓഫ് അയോട്ട ഉണ്ടാവുന്നത് ഡിസെൻഡിങ് അയോട്ടയ്ക്കായിട്ടാണ്. ഡിസെൻഡിങ് അയോട്ടയിലായിട്ടാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ടയുടെ നാരോയിങ് ഉണ്ടാവുന്നത്. അപ്പൊ നാരോയിങ് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡിസെൻഡിങ് അയോട്ടയിലായിട്ടാണ് കാണുന്നത്, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദിസ് കണ്ടീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട. The narrowing restricts the amount of the blood in the lower part of the body, and coarctation of aorta is associated with the presence of berry aneurysms in circle of Willis. അതെന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം ഈ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട. അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ആ പിക്ചറിൽ ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ഇനി ഈ നാരോയിങ് കാരണം എന്താണ് സംഭവിക്കുന്നത്, ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് എത്തുന്നില്ല. മാക്സിമം ബ്ലഡും അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ഇവിടെ എല്ലാം ബാക്കിയെല്ലാം ഉണ്ട്, ബ്ലഡ് വെസൽസ് ഒക്കെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു നാരോയിങ് ഉണ്ടാവുമ്പോൾ ഇവിടെ നിന്നാണ് യഥാർത്ഥത്തില് ബ്ലഡ് എന്ത് ചെയ്യേണ്ടത്, താഴത്തേക്ക് പോകേണ്ടത്. അതായത് നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. ഡിസെൻഡിങ് അയോട്ടയാണ് താഴോട്ട് പോയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു നാരോയിങ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. പക്ഷേ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം. അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് നമ്മുടെ ബ്രെയിൻ വരുന്നുണ്ട്. ബ്രെയിനിന്റെ അകത്ത് സർക്കിൾ ഓഫ് വില്ലിസിൽ ബെറി അന്യൂറിസംസ്, അതായത് മാക്സിമം ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കൂടുമ്പം അന്യൂറിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ബ്ലഡ് വെസലില് ബ്ലഡ് വന്ന് ഫില്ല് ചെയ്ത് അത് ഭയങ്കര നല്ല രീതിയിൽ ഡയലേറ്റഡ് ആകുന്നതാണല്ലോ അന്യൂറിസംസ് എന്ന് പറയുന്നത്. അപ്പൊ മുകളിലോട്ടുള്ള ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായതുകൊണ്ടാണ് അവിടെ ബെറി അന്യൂറിസംസ് കാണുന്നത്. അപ്പം ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ബെറി അന്യൂറിസംസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊയാക്ടേഷൻ ഓഫ് അയോട്ടയാണ്. കൊയാക്ടേഷൻ ഓഫ് അയോട്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രസൻസ് ഓഫ് ബെറി അന്യൂറിസംസ് ഇൻ ദ സർക്കിൾ ഓഫ് വില്ലിസ്. അപ്പം നാരോയിങ് കാരണം എവിടാണ് നാരോയിങ് ഉണ്ടാവുന്നതെന്ന് പഠിക്കണം. ആ നാരോയിങ്ങിന്റെ ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ അകത്തൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം, ബെറി അന്യൂറിസംസ്. അത് കൊയാക്ടേഷൻ ഓഫ് അയോട്ടയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയിലാണ് ഒബ്സ്ട്രക്ഷൻ കാണുന്നത്. അത് കാരണം ലോവർ പാർട്ട് ഓഫ് ദ ബോഡിക്ക് ബ്ലഡ് പ്രഷർ വളരെ ബ്ലഡ് പ്രഷർ കുറവാണ്. എത്രയാ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 mmHg ലോവർ ദാൻ അപ്പർ പാർട്ട്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പർ പാർട്ടിന് നല്ല രീതിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ബെറി അന്യൂറിസംസ് ഒക്കെ കാണുന്നത്. അപ്പം അതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം. ഇനി അതിന്റെ എഫക്റ്റുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പം എഫക്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് ടു വർക്ക് ഹാർഡർ ടു ട്രൈ ടു മൂവ് ബ്ലഡ് ത്രൂ ദ നാരോയിങ് ഇൻ ദ അയോട്ട.
ദാറ്റ് കോസസ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണല്ലോ അയോട്ടയിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒരു നാരോയിങ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ബ്ലഡിനെ പുഷ് ചെയ്ത് അങ്ങോട്ട് വിടാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അതിന് പുഷ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, കാരണം നാരോയിങ് ഇവിടെ ഓൾറെഡി പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ പിന്നെ അത് ടയേർഡ് ആവും, അതിന് പുഷ് ചെയ്യാൻ പറ്റാതെ ടയേർഡ് ആവുമ്പോൾ അത് പിന്നെ അതിൻ്റെ അകത്ത് ബ്ലഡ് വന്ന് നിറയുകയും പിന്നെ എന്താ സംഭവിക്കുന്നത്, ഫൈനലി അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ലങ്സിനെ ആയിരിക്കും ബാധിക്കുന്നത്, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ എന്തിനായിരിക്കും ബാധിക്കുന്നത്, നമ്മുടെ ബോഡി പാർട്സിനെ ആയിരിക്കും. നമ്മൾ ലെഗ് എഡിമ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കാരണം ഈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകുന്നു, അതുവഴി പൾമണറി വെയിൻസ് വഴി ലങ്സിലേക്കാണ് കയറുന്നത്. അപ്പം ലങ്സിന്റെ റിലേറ്റഡ് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. ബി പി ഈസ് ഹയർ എബവ് ദ നാരോയിങ് ആൻഡ് ലോവർ ബിലോ ദ നാരോയിങ്. അത് നേരത്തെ പറഞ്ഞായിരുന്നു. താഴോട്ടുള്ള പാർട്സിന് എന്തായിരിക്കും, കുറച്ച് ബ്ലഡ് കിട്ടത്തുള്ളൂ, മുകളിലോട്ടുള്ള പാർട്സിന് കൂടുതൽ ബ്ലഡ് കിട്ടും, ബി പി കൂടുതലായിരിക്കും. പിന്നെ അപ്പർ ലിംബ് പൾസസ്, സുപ്രാസ്റ്റേണൽ പൾസസ്, കരോട്ടിഡ് പൾസസ്, ഇതൊക്കെ വളരെ പ്രിഡോമിനന്റ് ആയിരിക്കും. ആൻഡ് ബി പി ഈസ് ഹയർ ഇൻ ദ ആംസ്. അപ്പർ പാർട്ടില് പൾസസ് ഒക്കെ വളരെ പ്രിഡോമിനന്റ് ആയിരിക്കും. ഏതൊക്കെയായിരിക്കും, അപ്പർ ലിംബ് പൾസസ്, അപ്പൊ ആംസിലൊക്കെ പൾസ് ഹൈ ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ സുപ്രാസ്റ്റേണൽ പൾസസ്, കരോട്ടിഡ് പൾസ്, ഇതൊക്കെ വളരെ പ്രിഡോമിനന്റ് ആയിരിക്കും. ലോവർ ലിംബിന്റെ അകത്ത് സിസ്റ്റോളിക് ബി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 10 mmHg ലോവർ ദാൻ ദ അപ്പർ ലിംബ്. അപ്പർ ലിംബിനേക്കാളും 10 mmHg പ്രഷർ കുറവായിരിക്കും ലോവർ ലിംബിൽ. ആ ഒരു പോയിന്റ് ഓർക്കുക. പിന്നെ ഇനി പറഞ്ഞേക്കുന്നത്, ഓൾഡർ ചിൽഡ്രൻ മേ ഹാവ് ഹെഡ് ഏക്ക് ഫ്രം ടു മച്ച് പ്രഷർ ഇൻ ദ വെസൽസ് ഇൻ ദ ഹെഡ്. നമുക്കറിയാമല്ലോ, അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തലവേദന അനുഭവപ്പെടും ഇങ്ങനത്തെ കണ്ടീഷനിൽ. അതേപോലെ തന്നെ അപ്പം മുകളിൽ തലവേദനയാണെങ്കിൽ താഴെ എന്തായിരിക്കും സംഭവിക്കുന്നത്, താഴത്തോട്ട് ബ്ലഡ് ഫ്ലോ കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഇന്റർമീഡിയന്റ് ക്ലോഡിക്കേഷൻ ഓഫ് ലെഗ്സ്, അതുപോലെ ക്രാംസ്, ഇന്റർമീഡിയന്റ് ക്ലോഡിക്കേഷൻ ഓഫ് ലെഗ്സ് ഡ്യൂ ടു ലിറ്റിൽ ബ്ലഡ് ഫ്ലോ ഇൻ ദാറ്റ് റീജിയൺ. ലെഗിലോട്ടൊക്കെ താഴോട്ട് ലോവർ എക്സ്ട്രീമിറ്റീസിലോട്ടൊക്കെ കുറവ് ബ്ലഡേ പോകുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ ക്രാമ്പും ഇന്റർമീഡിയന്റ് ക്ലോഡിക്കേഷനും ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ പറഞ്ഞേക്കുന്നത്, ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വിത്ത് എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് ബെസ്റ്റ് ഹെർഡ് ഓവർ ദ റൈറ്റ് സ്റ്റേണൽ ബോർഡർ. ഇതും റൈറ്റ് സ്റ്റേണൽ ബോർഡർ, കാരണം അയോട്ടയുടെ പൊസിഷൻ നമ്മൾ നേരത്തെ അയോട്ടിക് വാൽവിന്റെ പൊസിഷൻ നേരത്തെ ഫിഗറിൽ കാണിച്ചല്ലോ, റൈറ്റ് സ്റ്റേണൽ ബോർഡറിൽ. അവിടെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് കാണുന്നത്, ദാറ്റ് ഈസ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വിത്ത് എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. അപ്പൊ എപ്പോഴും സ്റ്റീനോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് കാണുന്നത്. ഇവിടെയും ഒരു സ്റ്റീനോസിസ് ആണ് നമ്മൾ പറഞ്ഞത്, കൊയാക്ടേഷൻ ഓഫ് അയോട്ട. ഇവിടെയും ഒരു സ്റ്റീനോസിസ്, നാരോയിങ് ആ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ സ്റ്റീനോസിസ് ആയിരുന്നു, നമ്മൾ ഇജക്ഷൻ സിസ്റ്റോളിക് ക്ലിക്ക് പറഞ്ഞല്ലേ, അതായത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഇവിടെ ഇവിടുത്തെ കണ്ടീഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇവിടെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്, ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് വിത്ത് എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് ബെസ്റ്റ് ഹെർഡ് ഓവർ ദ റൈറ്റ് സ്റ്റേണൽ ബോർഡർ. അതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരെ അഫക്ട് ചെയ്യും, റൈറ്റ് സൈഡിനെ അഫക്ട് ചെയ്യും. അപ്പം ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുന്നില്ല, അത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് ഗ്രാജുവലി പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പൾമണറി വെയിൻസ് വഴി ലങ്സിലോട്ട് കയറുന്നു, ലങ്സിൽ നിന്ന് പിന്നീട് എന്താ ചെയ്യുന്നത്, റൈറ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയത്തിലേക്കും ഒക്കെയാണ് കയറുന്നത്. പൾമണറി ആർട്ടറി വഴി റൈറ്റ് ഏട്രിയത്തിലേക്കും റൈറ്റ് വെൻട്രിക്കിളിലേക്കും ഒക്കെയാണ് ബ്ലഡ് കയറി പോകുന്നത്. അപ്പൊ ആ റൈറ്റ് സൈഡിൽ ഫൈനലി ഒരു ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡഡ് ഫെയിലിയർ ഗ്രാജുവലി റൈറ്റ് സൈഡിനെ അഫക്ട് ചെയ്ത് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, റൈറ്റ് ആക്സസ് ഡീവിയേഷൻ. ഈ റൈറ്റ് സൈഡിൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എപ്പോഴും റൈറ്റ് ആക്സസ് ഡീവിയേഷൻ ഓർക്കുക, അതായത് QRS ആക്സസിന്റെ ഡീവിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ആക്സസ് ഡീവിയേഷൻ. പിന്നെ എക്കോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, എക്കോയിൽ നമുക്ക് ഫ്ലോയും നാരോയിങ്ങും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ നാരോയിങ് ഓഫ് അയോട്ട അറിയാനായിട്ട് പറ്റും, കളർ ഡോപ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഓഫ് നാരോയിങ്ങും അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ടയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊയാക്ടേഷൻ ഓഫ് അയോട്ടയിൽ ഇത്രേ ഓർക്കാനുള്ളൂ. എവിടെയാണ് എന്തായിരുന്നു നാരോയിങ് ഉണ്ടായിരിക്കുന്നത്, അതായത് ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയിലാണ് നാരോയിങ് ഉണ്ടായിരിക്കുന്നത്. അത് കാരണം
ലോവർ പാർട്ടിലോട്ട് ബ്ലഡ് പ്രഷർ കുറവും അപ്പർ പാർട്ടിൽ ബ്ലഡ് പ്രഷർ കൂടുതലുമാണ് കാണുന്നത്. അപ്പർ പാർട്ടിൽ കൂടുതലായത് കാരണം തലവേദന അനുഭവപ്പെടും. അതുപോലെ നമ്മൾ ബെറി അന്യൂറിസംസ് പറഞ്ഞേക്കുന്നത് കൊയാക്ടേഷൻ ഓഫ് അയോർട്ടയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലോവർ പാർട്ടിൽ എന്തായിരിക്കും ബ്ലഡ് ഫ്ലോ കുറവായതുകൊണ്ട് ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ, ക്രാമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വിത്ത് എ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് അത് കേൾക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഫെയിലിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, റൈറ്റ് സൈഡ് QRS ഡീവിയേഷൻ, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നു. എക്കോ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് ഓഫ് നാരോയിങ് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾമണറി സ്റ്റീനോസിസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ എസൈനോട്ടിക് ഹാർട്ട് ഡിസീസിലെ ഡിവിഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എസൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച കാര്യം ഒന്നും കൂടെ അത് കാണിച്ചു തരാം. ആ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ചത് എസൈനോട്ടിക്കിന്റെ അകത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ പറഞ്ഞു, ASD, VSD ആൻഡ് PDA. ഇനി അടുത്തത് വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. ഇനി അടുത്തത് അയോട്ടിക് സ്റ്റീനോസിസും പൾമണറി സ്റ്റീനോസിസും. അതും ഇപ്പൊ നമ്മൾ കൊയാക്ടേഷൻ ഓഫ് അയോട്ട കഴിഞ്ഞു. ഇനി അടുത്തത് അയോട്ടിക് സ്റ്റീനോസിസ് ആൻഡ് പൾമണറി സ്റ്റീനോസിസ്. നെക്സ്റ്റ് അയോട്ടിക് സ്റ്റീനോസിസ് ആൻഡ് പൾമണറി സ്റ്റീനോസിസ്. പൾമണറി സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൾമണറി വാൽവ് എവിടെ കാണുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് പൾമണറി വാൽവ് എന്ന് പറയുന്നത്. അവിടെ നാരോയിങ് ഉണ്ടാവുന്നതാണ് പൾമണറി സ്റ്റീനോസിസ്. അപ്പം ഇറ്റ് ഈസ് ഡ്യൂ ടു റൈറ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ. അതാണ് ഓർക്കേണ്ടത്. ഇത് 3 ടൈപ്സ് ഉണ്ട്, വാൽവാർ, സുപ്രാ വാൽവാർ ആൻഡ് സബ് വാൽവാർ. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞേക്കുന്നത് അവിടെ നിന്ന്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യാത്തപ്പോ എന്ത് സംഭവിക്കുന്നു? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി സംഭവിക്കുന്നു. റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി സംഭവിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നുണ്ട്. അതായത് റൈറ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി സംഭവിക്കുമ്പോൾ ഇൻ ദ സിവിയർ ലോങ് സ്റ്റാൻഡിംഗ് കേസസ് റൈറ്റ് വെൻട്രിക്കുലർ ആൻഡ് ദ റൈറ്റ് ഏട്രിയൽ പ്രഷർ ബിക്കംസ് എലിവേറ്റഡ്. റൈറ്റ് വെൻട്രിക്കിളിൽ ഓൾറെഡി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനേയും അഫക്ട് ചെയ്യും? റൈറ്റ് വെൻട്രിക്കിളിന്റെ മുകളിൽ കാണുന്ന റൈറ്റ് ഏട്രിയനെയും അഫക്ട് ചെയ്യും. ഇനി അപ്പൊ ഇപ്പം മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലാണ് പ്രഷർ എല്ലാം കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷണ്ടിങ് നടക്കും. അതായത് റൈറ്റ് ഏട്രിയയിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഷണ്ടിങ് നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സിൻഡ്രോമിനെ വിളിക്കുന്ന പേരാണ് ഐസൻമെൻഗർ സിൻഡ്രോം. ഐസൻമെൻഗർ സിൻഡ്രോം ഈ ഒരു കണ്ടീഷനിൽ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് ഓർക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിങ് നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഐസൻമെൻഗേഴ്സ് സിൻഡ്രോം. നമ്മളെ നോർമലി ഉള്ള പഠിച്ചതെല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് ആയിരുന്നു നമ്മളെല്ലാം പഠിച്ചത്. നേരത്തെ ഫസ്റ്റ് പഠിച്ച കണ്ടീഷൻസ് തൊട്ട് ASD, VSD, PDAക്കകത്തെല്ലാം നമ്മൾ പഠിച്ചത് ലെഫ്റ്റ് സൈഡിൽ ഹൈ പ്രഷർ റീജിയൻ ആണ്, അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരും. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്റ്റിന് ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നു. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം അവിടെ സ്റ്റീനോസിസ് ഉണ്ട്, പൾമണറി വാൽവിന് സ്റ്റീനോസിസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആകുന്നു. അത് പിന്നീട് റൈറ്റ് ഏട്രിയൽ ഹൈപ്പർട്രോഫി ആകുന്നു. അപ്പൊ പ്രഷർ അവിടെ നല്ല രീതിയിൽ കൂടുന്നു. റൈറ്റ് ഏട്രിയയിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ബ്ലഡ് തിരിച്ച് ഷണ്ട് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഐസൻമെൻഗേഴ്സ് സിൻഡ്രോം. നമുക്കറിയാം റൈറ്റ് ഏട്രിയൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് ആരെ എഫക്ട് ചെയ്യും? JVPനെ അഫക്ട് ചെയ്യും. JVP എലിവേറ്റഡ് ആയിരിക്കും വിത്ത് പ്രോമിനന്റ് എ വേവ്. എ വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏട്രിയൽ സിസ്റ്റോൾ. കാർഡിയാക് സൈക്കിളിന്റെ ഫസ്റ്റ് പാർട്ട് ഓർക്കുക, ഏട്രിയൽ സിസ്റ്റോളിനെയാണ് എ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ഏട്രിയൽ ഓൾറെഡി പ്രഷർ, റൈറ്റ് വെൻട്രിക്കിളിൽ പ്രഷർ കൂടുമ്പോൾ റൈറ്റ് ഏട്രിയൽ റിഫ്ലക്ട് ചെയ്യും. റൈറ്റ് ഏട്രിയൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് JVPയിൽ കാണാൻ പറ്റും വിത്ത് പ്രോമിനന്റ് എ വേവ്. അതായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ മൈൽഡ് കേസസിന്റെ കാര്യം ഓർക്കണ്ട. മൈൽഡ് കേസസ് ഷോസ് ആൻ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ബെസ്റ്റ് ഓഡിബിൾ ഓവർ ദ ലെഫ്റ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ. അപ്പൊ ഇവിടെ നമുക്ക് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആണ് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനെ പ്രിസീഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻകോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് ആയിരിക്കും കാണുന്നത്. ഇൻകോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്, ആ ഒരു പോയിന്റ് ഓർക്കുക. നേരത്തെ പറഞ്ഞത് കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്കുകളായിരുന്നു, ഇവിടെ ഇൻകോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക് വിച്ച് ഈസ് മോർ പ്രോമിനന്റ് ഡ്യൂറിങ് എക്സ്പിറേഷൻ ആൻഡ് ലെസ് പ്രോമിനന്റ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. അപ്പൊ എക്സ്പിറേഷന്റെ സമയത്താണ് ഇത് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്, ലെസ് പ്രോമിനന്റ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. അപ്പൊ മെയിൻ ആയിട്ടും ഓർക്കേണ്ടത് JVP എലിവേറ്റഡ് ആണെന്നുള്ള ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക.
അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, പ്രോമിനന്റ് എ വേവ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ ഇൻകോൺസ്റ്റന്റ് ഓർ ദ ഫേസിക് ഇജക്ഷൻ ക്ലിക്ക്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന സൈനോട്ടിക് ഹാർട്ട് ഡിസീസസിനെ പറ്റിയാണ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് എസൈനോട്ടിക് ഹാർട്ട് ഡിസീസിനെ പറ്റിയാണ്. ഇനി അടുത്തത് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചു തരാം. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് 2 കാരണം കൊണ്ടുണ്ടാകാം. ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ കാരണം ഉണ്ടാകാം, അതുപോലെ മിക്സ്ഡ് ബ്ലഡ് ഫ്ലോ കാരണം ഉണ്ടാകാം. ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പൾമണറി ആ ഒരു സൈഡിലേക്ക് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് ടെട്രാളജി ഓഫ് ദ ഫാലറ്റും ട്രൈക്കസ്പിഡ് അട്രീഷ്യയും ആണ് വരുന്നത്. മിക്സ്ഡ് ബ്ലഡ് ഫ്ലോയ്ക്കകത്ത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആൻഡ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെട്രോളജി ഓഫ് ദ ഫാലറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ് ടെട്രോളജി ഓഫ് ദ ഫാലറ്റ്. അതുണ്ടാവാൻ ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ ആണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിഡോമിനന്റ്ലി ഹാവ് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിങ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസിന്റെ ഷണ്ടിങ് ഉണ്ടാവുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, ആ ഒരു പോയിന്റ് ഓർക്കുക. ദാറ്റ് ഈസ് അൺഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ്സ് ഇൻ ദ ആർട്ടറീസ് കോസിങ് സൈനോസിസ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാല് റൈറ്റ് സൈഡിലെ ബ്ലഡ് എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് ഷണ്ട് ചെയ്ത് പോകും. റൈറ്റ് സൈഡിൽ ഇംപ്യൂർ ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലഡും ആണെന്ന് അറിയാം. അപ്പം ഇംപ്യൂർ ബ്ലഡ് പ്യുവർ ബ്ലഡിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യുന്നു, ആ എന്തായിരുന്നു അൺഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ സൈനോസിസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് വിളിച്ചിരിക്കുന്നത്. But tetralogy of the phalate എന്ന് പറഞ്ഞാൽ it is a complex condition of the several congenital defect that occur due to abnormal development of the fetal heart during first 8 weeks of pregnancy. ഇതും ഫീറ്റൽ ഹാർട്ടിന്റെ അബ്നോർമൽ ഡെവലപ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. അപ്പൊ ടെട്രോളജി ഓഫ് ദ ഫാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ടെട്രാ മീൻസ് 4. അപ്പൊ 4 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട്, പൾമണറി വാൽവ് സ്റ്റീനോസിസ്, ഓവർ റൈഡിങ് അയോട്ട അല്ലെങ്കിൽ ബൈ വെൻട്രിക്കുലാർ ഒറിജിൻ ഓഫ് അയോട്ട, അതെന്താണെന്ന് പറഞ്ഞു തരാം. അതുപോലെ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഈ ഓരോ കണ്ടീഷൻസ്, ഇതെല്ലാം ഈ 4 കണ്ടീഷൻസ് ചേരുന്നതാണ് ടെട്രോളജി ഓഫ് ദ ഫാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ്, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് പൾമണറി വാൽവ് സ്റ്റീനോസിസ്, ഓവർ റൈഡിങ് അയോട്ട ആൻഡ് റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഡ്യൂ ടു പൾമണറി വാൽവ് സ്റ്റീനോസിസ്, റൈറ്റ് വെൻട്രിക്കിൾ ഹാസ് ടു വർക്ക് ഹാർഡർ ടു പുഷ് ബ്ലഡ് ഇൻ ടു ദ ലങ്സ്. ഇപ്പൊ നമുക്കറിയാം പൾമണറി വാൽവ് എവിടെ കാണുന്നത്? റൈറ്റ് വെൻട്രിക്കിളിനും അതുപോലെ പൾമണറി ആർട്ടറിയുടെ നടുക്കായിട്ടാണ് പൾമണറി വാൽവ് കാണുന്നത്. റൈറ്റ് വെൻട്രിക്കിള് പൾമണറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തായിട്ടാണ് പൾമണറി വാൽവ് കാണുന്നത്. അവിടാണ് സ്റ്റീനോസിസ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ സ്റ്റീനോസിസ് സംഭവിച്ചാൽ റൈറ്റ് വെൻട്രിക്കിള് ഒരുപാട് വർക്ക് ചെയ്താൽ മാത്രമേ പൾമണറി ആർട്ടറിയിലേക്കും അതുവഴി ലങ്സിലേക്കും ബ്ലഡിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ദിയർ ബൈ ഇൻക്രീസിങ് റൈറ്റ് വെൻട്രിക്കുലാർ പ്രഷർ ആൻഡ് സൈസ്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. കാരണം ബ്ലഡിനെ പുഷ് ചെയ്യണം. നല്ലപോലെ ബ്ലഡ് വന്ന് നിറയുന്നതുകൊണ്ട് ആ ബ്ലഡിനെ പുഷ് ചെയ്യുകയും ചെയ്യണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന പ്രസൻസ് ഓഫ് ദ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട് ഫെസിലിറ്റേറ്റ് ബ്ലഡ് ടു പാസ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് മിക്സിംഗ് ഓഫ് ദ ബ്ലഡ് ടേക്സ് പ്ലേസ്. നമ്മൾ നേരത്തെ ഐസൻമെൻഗർ സിൻഡ്രോം പറഞ്ഞായിരുന്നു. അതായത് റൈറ്റ് വെൻട്രിക്കുലാർ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസൻമെൻഗർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നതാണ് ഐസൻമെൻഗർ സിൻഡ്രോം പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷനിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. അതുകൊണ്ട് ആ ഹോളിൽ കൂടെ, ഹോൾ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്, അതുവഴി ആ ഹോളിൽ കൂടെ എങ്ങോട്ടേക്ക് പോകുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് നടക്കുന്നു. അതായത് ഇംപ്യൂർ ബ്ലഡും പ്യുവർ ബ്ലഡും കൂടെ മിക്സിംഗ് നടക്കുന്നു. അതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ സംഭവിക്കുന്നത്. അപ്പൊ പൾമണറി വാൽവ് സ്റ്റീനോസിസിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിള് എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമേ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡിനെ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്റ്റീനോസിസ് ആയതുകൊണ്ട് വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പൊ എന്ത് ചെയ്യുന്നു, റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു, അത് മുകളിൽ റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രഷർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്, പൾമണറി വാൽവ് സ്റ്റീനോസിസ്, ഇത് രണ്ടും കണക്ട് ചെയ്ത് വേണം പറയാൻ. വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്, ആ കണ്ടീഷനിൽ പൾമണറി വാൽവ് സ്റ്റീനോസിസ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലത്തെ വെൻട്രിക്കിളിലത്തെ ബ്ലഡ് എല്ലാം കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഷണ്ടിങ് നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇംപ്യൂർ ബ്ലഡ് പ്യൂർ ബ്ലഡിലേക്ക് വന്ന് മിക്സിങ് നടക്കുന്നു. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്തത് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും അയോട്ടയുടെ ഒരു മിസ്പ്ലേസ്മെന്റ് ആണ്. അയോട്ട കറക്റ്റ് സ്ഥലത്തല്ല പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് അയോട്ട നോർമലായിട്ട് എവിടാണ് കാണേണ്ടത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ അയോട്ട കാണേണ്ടത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ റൈറ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തും അയോട്ട കാണുന്നു. അയോട്ട സിറ്റ്സ് എബോവ് ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും രണ്ട് സ്ഥലത്ത് നിന്നും അയോട്ട എറേസ് ചെയ്യുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നോർമലി അയോട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷേ റൈറ്റ് വെൻട്രിക്കിളിൽ കാണുന്ന ഇംപ്യൂർ ബ്ലഡ് അത്രയും അയോട്ടയിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ പുവർ ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ passes into the aorta instead of flowing into pulmonary artery to the lungs. ശരിക്കും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന് പകരം ഈ അയോട്ടയിലേക്ക് കയറി അങ്ങ് പോകുന്നു. അപ്പൊ നമ്മുടെ ബ്ലഡ് മുഴുവൻ എന്താകുന്നു, ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ സൈനോസിസ് ഉണ്ടാക്കുന്നു. അത് സൈനോട്ടിക് ഹാർട്ട് ഡിസീസിലേക്ക് പോകുന്നു. ഇനി അടുത്തത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, പൾമണറി ബ്ലഡ് ഫ്ലോ വളരെ നല്ല രീതിയിൽ കുറവായിട്ടാണ് കാണുന്നത്. ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ, ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ വളരെ പുവർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആൻഡ് പുവർലി ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റിംഗ് ത്രൂ ഔട്ട് ദ ബോഡി, നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇംപ്യൂർ ബ്ലഡ് ആണ്. അതായത് ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ആണ് മുഴുവനും സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ അയോട്ട റൈറ്റ് വെൻട്രിക്കിളിന്റെ മുകളിലും വന്നിരുന്നിട്ട് അവിടെയും കാണുന്ന ഇംപ്യൂർ ബ്ലഡിനെ മുഴുവനും നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ സൈനോസിസിലേക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സെൻട്രൽ സൈനോസിസ് കാണുന്നു, ക്ലബിംഗ് ഓഫ് നെയിൽസ് കാണുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആൻഡ് പെയിന്റിങ് കാണുന്നു. ലങ്സിലോട്ട് പ്രോപ്പർ സർക്കുലേഷൻ നടക്കുന്നില്ല. ഇനി അതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആണ് ഇവിടെ കേൾക്കുന്നത്. പക്ഷെ ലെഫ്റ്റ് പാരാസ്റ്റേണൽ റീജിയനിലാണ് കേൾക്കുന്നത്. ലെഫ്റ്റ് പാരാസ്റ്റേണൽ റീജിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ആ 4 പൊസിഷൻ പറഞ്ഞല്ലോ, അയോട്ട 4 ഏരിയാസ് ഓഫ് ഓസ്കൾട്ടേഷൻ, മുകളിൽ എയും പിന്നെ പിയും താഴെ ട്രൈക്കസ്പിഡും പിന്നെ മിട്രൽ ഏരിയയുമാണ് വരുന്നത്. അയോട്ട നമ്മൾ പറഞ്ഞായിരുന്നു റൈറ്റ് സ്റ്റേണൽ ബോർഡറിലാണ്. പൾമണറി ഓപ്പണിംഗ് വന്നേക്കുന്നത് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിലാണ്. ആ ഒരു ഫിഗർ മനസ്സിൽ ഓർക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ സിസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് പാരാസ്റ്റേണൽ റീജിയനിലാണ് മെയിൻ ആയിട്ടും അത് കേൾക്കാൻ പറ്റുന്നത്. അതാണ് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ടെട്രോളജി ഓഫ് ദ ഫാലറ്റ് കഴിഞ്ഞു. ഇനി സൈനോട്ടിക് ഹാർട്ട് ഡിസീസിന്റെ വേറൊരു കണ്ടീഷനാണ് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ്. ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് അതാണ് പറയാൻ പോകുന്നത്. അതൊരു സൈനോട്ടിക്കിന്റെ ഒരു കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അയോട്ട ഈസ് കണക്റ്റഡ് ടു റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമണറി ആർട്ടറി ഈസ് കണക്റ്റഡ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇപ്പൊ രണ്ടും അബ്നോർമൽ ആയി. ശരിക്കും അയോട്ട ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ലെഫ്റ്റ് വെൻട്രിക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പൾമണറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം അത് ക്രോസ് ആയി പോകും. അയോട്ട റൈറ്റിലേക്കും പൾമണറി ആർട്ടറി ലെഫ്റ്റിലേക്കും പോകും. അപ്പൊ മൊത്തത്തിൽ ഡിസോർഡേർഡ് ആയി. അതായത് ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് എവിടെ നിന്ന്, നമ്മുടെ ബ്ലഡ് ഫ്രം ദ ബോഡി passes to the right atria, then to the right ventricle, then to the misconnected aorta. അതാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലൂ ബ്ലഡ് ആണ് പറഞ്ഞേക്കുന്നത്, ഓക്സിജൻ പുവർ ബ്ലഡ്. അതായത് നമ്മുടെ ബോഡിയിലത്തെ ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് നോർമലി എങ്ങനെയാണ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വഴി എങ്ങോട്ടേക്ക് പോകുന്നു, റൈറ്റ് ഏട്രിയയിൽ പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ പോകുന്നു. എന്നിട്ട് അത് ഓക്സിജനേഷന് വേണ്ടി ലങ്സിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ മിസ്കണക്റ്റഡ് അയോട്ടയിലേക്ക് കയറിയിട്ട് നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ബോഡി മുഴുവൻ ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള റെഡ് ബ്ലഡ്, ഓക്സിജൻ റിച്ച് ബ്ലഡ് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലങ്സിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ലങ്സിൽ നിന്നാണല്ലോ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്, പൾമണറി വെയിൻസ് വഴിയാണല്ലോ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കിട്ടുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. എന്നിട്ട് മിസ്കണക്റ്റഡ് ആയിട്ടുള്ള പൾമണറി ആർട്ടറിയിലേക്ക് കയറി പോകുന്നു. ശരിക്കും അത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അയോട്ടയിലേക്കാണ് പോകേണ്ടത്. അതിന് പകരം പൾമണറി ആർട്ടറിയിലേക്ക് കയറിയിട്ട് ബാക്ക് ടു ലങ്സിലേക്ക് തന്നെ വരും.
ഓക്സിജൻ എല്ലാം റിച്ച് ആക്കി വിട്ട ലങ്സിന് തന്നെ പിന്നെ തിരിച്ച് ആ ഓക്സിജൻ റിച്ച് ബ്ലഡിനെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ ബോഡിയിൽ നിന്നുള്ള ഓക്സിജൻ പുവർ ബ്ലഡിനെ റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, അവിടെ നിന്ന് വീണ്ടും അയോട്ട വഴി ആ ഓക്സിജൻ പുവർ ബ്ലഡ് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ലങ്സ് കൊടുക്കുമ്പോൾ അത് ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അവിടെ നിന്ന് പൾമണറി ആർട്ടറി വഴി വീണ്ടും ലങ്സിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് ട്രാൻസ്പോസിഷൻ ഓഫ് ക്രീഡ് വെസൽസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് സൈനോസിസ് ഉണ്ടാവുന്നത്, സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്ലിനിക്കൽ പ്രസന്റേഷൻ സൈനോസിസ്, റാപ്പിഡ് ആൻഡ് ലേബേർഡ് ബ്രീത്തിങ്, കോൾഡ് ആൻഡ് ക്ലാമി സ്കിന്ന്, ഫെയിലിയർ ടു ത്രൈവ്, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആണ്. ഇവിടെ ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പണിംഗ് കാണുന്നില്ല, അതാണ് അട്രീഷ്യ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ ഈസൻ വെൻഗേഴ്സ് സിൻഡ്രോം എന്താണെന്ന് പറഞ്ഞായിരുന്നു. അതായത് പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞ ഈസൻ വെൻഗേഴ്സ് സിൻഡ്രോം. പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത്, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിന്റെ സമയത്ത് ലെഫ്റ്റിൽ നിന്ന് നോർമലായിട്ട് എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ഷണ്ടിങ് നടക്കുന്നത്. അപ്പം പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷണ്ടിങ് നടക്കേണ്ടതിന് പകരം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. അപ്പം ഇത് ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ മേ ഡെവലപ്പ് ഇൻ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന റൈറ്റ് വെൻട്രിക്കിളിനെ അത് ബാധിക്കും. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിന് എന്തുണ്ടാവും? ഹൈപ്പർട്രോഫി ഉണ്ടാവും. റൈറ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗ്രാജുവലി റൈറ്റ് ഏട്രിയത്തിനെ അഫക്ട് ചെയ്യും. റൈറ്റ് ഏട്രിയത്തിന് അതില് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ആ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഫർദർ ബ്ലഡ് ഷണ്ടിങ് നടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഐസൻ വെൻഗേഴ്സ് സിൻഡ്രോം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നാളത്തേക്ക് മാൽ പൊസിഷൻസ് ഓഫ് ദ ഹാർട്ടും പിന്നെ വാൽവുലാർ ഡിസീസസും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇത്രയാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വേണം ഇത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ഇനി നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് അസൈനോട്ടിക്കും സൈനോട്ടിക്കും പറഞ്ഞായിരുന്നു. അസൈനോട്ടിക്കിന്റെ അകത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ, ASD പറഞ്ഞു, VSD പറഞ്ഞു, PDA പറഞ്ഞു. ഇവിടത്തെ മൂന്ന് സ്ഥലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡിലത്തെ പ്രഷർ നല്ല കൂടുതലായിട്ടായിരിക്കും കാണുന്നത്, റൈറ്റ് സൈഡിലത്തെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ASDക്കകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. എന്നിട്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ആ ബ്ലഡ് പോയിട്ട് അത് പൾമണറി സർക്കുലേഷനിലേക്ക് കയറുന്നു. അപ്പൊ എവിടെയും ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ ആയി. VSDക്കകത്താണ് എന്താ പറഞ്ഞേക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിലത്തെ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും പൾമണറി ആർട്ടറി വഴി പോകുന്നു. അങ്ങനെ പൾമണറി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റ് വഴി, അതായത് നമ്മുടെ അയോട്ടയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ബ്ലഡ് എല്ലാം കയറി പോകുന്നു. അങ്ങനെ ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നു. ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ടു ദ ബ്ലഡ് ഫ്ലോ ഫ്രം ദ വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൽ നിന്ന് വരുന്ന ബ്ലഡ് ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നു. അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ്? കൊയാക്ടേഷൻ ഓഫ് അയോട്ട, അയോട്ടിക് സ്റ്റീനോസിസ് ആൻഡ് പൾമണറി സ്റ്റീനോസിസ്. പിന്നെ പറഞ്ഞേക്കുന്ന സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ആണ് ബോഡി മുഴുവനും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ലങ്സിലേക്ക് ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, അതുകൊണ്ട് ഓക്സിജനേഷൻ നടക്കുന്നില്ല. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ടെട്രോളജി ഓഫ് ദ ഫാലറ്റ്, ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പിന്നെ മിക്സ്ഡ് ബ്ലഡ് ഫ്ലോ. അതിന്റെ അത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രങ്കസ് ആർട്ടീരിയോസിസ്. ട്രങ്കസ് ആർട്ടീരിയോസിസ് ഞാൻ ഇന്ന് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നാളെ അടുത്ത ക്ലാസ്സിൽ അതൊന്നും കൂടെ പറയാം. ഈ ഇപ്പൊ ഓരോ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് അതിന്റെ മോസ്റ്റ് കോമൺ ഏതൊക്കെയാണെന്ന് ഓർക്കുക. ഇപ്പൊ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ എല്ലാം പൾമണറി കൺജഷൻ ആണ് കൂട്ടുന്നത്. അതിന്റെ ടൈപ്സ് പഠിച്ചപ്പോൾ മോസ്റ്റ് കോമൺ അതിന്റെ അകത്ത് 3 ടൈപ്സ് പഠിച്ചു. ഓസ്റ്റിയം സെക്കൻഡം, ഓസ്റ്റിയം പ്രൈമം ആൻഡ് സൈനസ് വീനോസസ്. ഓസ്റ്റിയം സെക്കൻഡം ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്, മിഡിലായിട്ടാണ് കാണുന്നത്, മിഡിൽ ഓഫ് ദ സെപ്റ്റത്തിലാണ് കാണുന്നത്. പിന്നെ ല്യൂട്ടം ബാക്കേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയം സെക്കൻഡം ASDയുടെ കൂടെ അയോട്ടിക് സ്റ്റീനോസിസ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ല്യൂട്ടം ബാക്കേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആണെന്ന് ഓർക്കുക. പിന്നെ ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പോൾ കാർഡിയോമെഗലി കാണുന്നു. പിന്നെ പൾമണറി ആർട്ടറിയുടെ മാർക്കിങ്സ് ഒക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടായിരിക്കും കാണുന്നത്.
പിന്നെ റൈറ്റ് ആക്സിസ്, റൈറ്റ് സൈഡഡ് ഫെയിലിയർ ആയതുകൊണ്ട് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ കാണിക്കുന്നു. എക്കോ കാർഡിയോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ എവിടെ നിന്ന് എവിടേക്കാണെന്ന് കാണാൻ പറ്റും, ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട്. പിന്നെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, അത് നമ്മൾ ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു, മോസ്റ്റ് കോമൺ ടൈപ്പ് മെംബ്രേനിയസ് ആണെന്ന് ഓർക്കുക. പിന്നെ അതിന്റെ ഡയഗ്നോസിന്റെ അകത്ത് പാൻ സിസ്റ്റോളിക് മർമർ ആണ് ഓർക്കേണ്ടത്. പിന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് റുബല്ല കേസസിലാണ്, ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് ദ പ്രഗ്നൻസിയിലാണ് ഉണ്ടാവുന്നത്. പിന്നെ അതും പൾമണറി കൺജഷൻ ഉണ്ടാക്കുന്നു. ഡയഗ്നോസിസ് പറയുമ്പോൾ മെഷീനറി മർമർ ഓർക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത്. പിന്നെ കൺജനൈറ്റൽ, പിന്നെ നമ്മൾ സൈനോട്ടിക് ഹാർട്ട് ഡിസീസിന്റെ അകത്ത് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ബ്ലഡ് ഫ്ലോ, നേരത്തെ പറഞ്ഞത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ ആണ്, അത് PDA ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഇനി അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ടു ദ ബ്ലഡ് ഫ്ലോ, അതിന്റെ അകത്ത് കൊയാക്ടേഷൻ ഓഫ് അയോട്ട, അയോട്ടിക് സ്റ്റീനോസിസ്, പൾമണറി സ്റ്റീനോസിസ്. കൊയാക്ടേഷൻ ഓഫ് കൺജനൈറ്റൽ അയോട്ടിക് സ്റ്റീനോസിസിൽ വാൽവാർ ടൈപ്പ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. അത് കൺജനൈറ്റൽ അയോട്ടിക് സ്റ്റീനോസിസ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്റ്റിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്റ്റിന്. അപ്പം അയോട്ടിക് അത് നമ്മൾ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇതല്ല, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ ആണ്, അതായത് അയോട്ടിക് വാൽവിന്റെ അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ചെയ്യുന്നത്. നിറഞ്ഞു നിൽക്കുമ്പം അപ്പെക്സ് ബീറ്റ് ഹീവിംഗ് ആയിട്ടായിരിക്കും കാണുന്നത്. അതേപോലെ അവിടെ സ്റ്റീനോസിസ് ഉള്ളത് കൊണ്ട് താഴത്തോട്ട് നമ്മുടെ അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല. അപ്പൊ അവിടുത്തെ പൾസ് വേവ് എന്ന് പറഞ്ഞാൽ സ്ലോ റൈസിംഗ് ആയിട്ടുള്ള പൾസ് ആയിരിക്കും. കാരണം ലോ ഔട്ട്പുട്ട് കണ്ടീഷൻസിലാണ് സ്ലോ റൈസിംഗ് പൾസ് കാണുന്നത്. നമ്മൾ ഹൈപ്പർ കൈനറ്റിക് പൾസ്, ഹൈപ്പോ കൈനറ്റിക് പൾസ് അങ്ങനെ ഡിവിഷൻസ് പഠിച്ചായിരുന്നല്ലോ. ഇതൊരു ഹൈപ്പോ കൈനറ്റിക് പൾസ് ആണ്. പൾസസ് പാർവസ് 8 ആർഡസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഓസ്കൾട്ടേഷൻ നോക്കുമ്പോൾ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ പ്രിസീഡഡ് ബൈ കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്, അത് ഓർക്കുക. പിന്നെ അടുത്തത് പിന്നെ പറഞ്ഞേക്കുന്നത് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയിലാണ് നാരോയിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ലോവർ പാർട്ടിൽ പ്രഷർ കുറവും അപ്പർ പാർട്ടിൽ പ്രഷർ കൂടുതലുമായിരിക്കും കാണുന്നത്. അപ്പർ പാർട്ടിൽ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഹെഡേക്ക് അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് താഴോട്ട് ബ്ലഡ് ഫ്ലോ കുറവായതുകൊണ്ട് ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ തുടങ്ങിയ കണ്ടീഷൻസ് കാണുന്നുണ്ട്. പിന്നെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വിത്ത് കോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്, ബെസ്റ്റ് ഹേർഡ് അയോട്ടിക് വാൽവിന്റെ ഓപ്പണിംഗ് ആണ്. നമ്മൾ APTM എന്ന് പഠിച്ചല്ലോ ആ ഫിഗറിൽ. അപ്പൊ A റീജിയണലായിട്ടാണ് സൈഡ് സ്റ്റേണൽ ബോർഡർ എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ മർമർ കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിന് ഫെയിലിയർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഇങ്ങോട്ടേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇവിടെ ഒരു നാരോയിങ് കാരണം എന്താ സംഭവിക്കുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി സംഭവിക്കുന്നു. അത് പിന്നെ ബാക്ക്വേർഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോയി പൾമണറി സർക്കുലേഷനിലോട്ട് കയറിയിട്ട് പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിനെയും അത് അഫക്ട് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡഡ് ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, റൈറ്റ് ബണ്ടൽ ബ്രാഞ്ച് ബ്ലോക്ക്. എക്കോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അയോട്ടയുടെ നാരോയിങ് അറിയാൻ പറ്റും. പിന്നെ പൾമണറി സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ പൾമണറി വാൽവിന് നാരോയിങ് ഉണ്ടാവുന്നു. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു. അത് പിന്നെ റൈറ്റ് ഏട്രിയത്തിനെ അഫക്ട് ചെയ്യുന്നു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷണ്ടിങ് ഉണ്ടാവുന്നതാണ് ഈസൻ-വെൻഗേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. റൈറ്റ് ഏട്രിയയിൽ പ്രഷർ കൂടിയാൽ അത് എന്തായാലും JVP കാണിക്കും. പ്രോമിനന്റ് A വേവ് ആയിട്ട് കാണിക്കുന്നു. A വേവ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സിസ്റ്റോളിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ബെസ്റ്റ് ഓഡിബിൾ ഓവർ ദ ലെഫ്റ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ. അപ്പൊ നമ്മുടെ ആ ഫിഗർ ഓർക്കുക, APTM എന്ന് പറയുന്ന ഫിഗർ ഓർക്കുക. ആ പിയുടെ സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണല്ലോ പൾമണറി വാൽവ് കാണുന്നത്. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് നമുക്ക് ഈ മർമർ കേൾക്കാൻ പറ്റുന്നത്. ദിസ് ഈസ് പ്രിസീഡഡ് ബൈ ഇൻകോൺസ്റ്റന്റ് ഇജക്ഷൻ ക്ലിക്ക്. അത് വെച്ചാൽ മോർ പ്രോമിനന്റ് ഡ്യൂറിങ് എക്സ്പിറേഷൻ ആൻഡ് ലെസ് പ്രോമിനന്റ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. പിന്നെ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് ആണ് ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രിഡോമിനന്റ്ലി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷണ്ടിങ് നടക്കുന്നത് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ അൺഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് മുഴുവനും സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിന്റെ അകത്ത് ടെട്രോളജി ഓഫ് ദ ഫാലറ്റ് ഓർക്കാനുണ്ട്. അതായത് ഇതിന്റെ അകത്ത് 4 കാര്യങ്ങളാണ് വരുന്നത്: വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, പൾമണറി വാൽവ് സ്റ്റീനോസിസ്, ഓവർ റൈഡിങ് അയോട്ട ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പം ആദ്യത്തെ 2 കണ്ടീഷൻസ് കമ്പൈൻ ചെയ്ത് വേണം എക്സ്പ്ലനേഷൻ പറയാൻ. അതായത്
ഡ്യൂ ടു പൾമണറി വാൽവ് സ്റ്റീനോസിസ്. പൾമണറി വാൽവിന് സ്റ്റീനോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. അതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കുലാർ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. റൈറ്റ് വെൻട്രിക്കുലാർ പ്രഷർ കൂടുന്ന സമയത്ത് അവിടെ ഒരു വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് നടക്കുന്നു. അതായത് ഇംപ്യൂർ ബ്ലഡ് പ്യുവർ ബ്ലഡിലേക്ക് മിക്സ് ചെയ്തിട്ട് അതുവഴി ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഓവർ റൈഡിങ് അയോട്ടയാണ് പറഞ്ഞേക്കുന്നത്. അതായത് അയോട്ട നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിന്റെ മുകളിൽ രണ്ട് സൈഡിലും അയോട്ട കാണുന്നു. അപ്പൊ നോർമലി ലെഫ്റ്റ് വെൻട്രിക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷെ റൈറ്റ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിലുള്ള ഇംപ്യൂർ ബ്ലഡ് മുഴുവനും അയോട്ടയിലേക്ക് കയറി നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. പിന്നെ പറഞ്ഞേക്കുന്നത് പൾമണറി ബ്ലഡ് ഫ്ലോ, ലങ്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറവായതുകൊണ്ട് ഓക്സിജനേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അതിന് പകരം ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡിനെയാണ് അയോട്ട മുഴുവനും സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സൈനോസിസ് ഉണ്ടാവും. അങ്ങനെയാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് മാറുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൈനോസിസ്, ക്ലബിംഗ് ഓഫ് നെയിൽസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഫെയിന്റിങ്. പിന്നെ അതിന്റെ ഡയഗ്നോസിസ് പറഞ്ഞാൽ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ലെഫ്റ്റ് പാരാസ്റ്റേണൽ റീജിയനിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഡ്യൂ ടു പൾമണറി സ്റ്റീനോസിസ്, പൾമണറി വാൽവ് എവിടാണോ കാണുന്നത് അവിടെ ആയിട്ടാണ് ആ മർമർ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അത് ആ ഫിഗർ വെച്ച് നോക്കണം. പിന്നെ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രീഡ് വെസൽസ് പറയുമ്പോഴത്തേക്കും ഇവിടെ അയോട്ടയിലേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ആണ് കണക്ട് ചെയ്തേക്കുന്നത്, പൾമണറി ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ രണ്ടും റിവേഴ്സ് ആവും. അതായത് ഓക്സിജൻ പുവർ ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വിനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു. എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിൾ വഴി അത് അയോട്ടയിലേക്ക് കയറുന്നു. അയോട്ട വഴി നമ്മുടെ ബോഡിയിലേക്ക് തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു ഓക്സിജൻ പുവർ ബ്ലഡ്. അങ്ങനെ സൈനോസിസ് ഉണ്ടാവും. ഓക്സിജൻ റിച്ച് ബ്ലഡ് എന്ത് സംഭവിക്കുന്നു? ലങ്സിൽ നിന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. എന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി തിരിച്ച് ലങ്സിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അപ്പൊ സൈനോസിസ്, റാപ്പിഡ് ആൻഡ് ലേബേർഡ് ബ്രീത്തിങ്, കോൾഡ് ക്ലാമി സ്കിന്ന്, ഫെയിലിയർ ടു ത്രൈവ്, ഈ സിംറ്റംസ് ഉണ്ടാവുന്നു. ട്രൈകസ്പിഡ് അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് CHD ആണ്. ട്രൈകസ്പിഡ് വാൽവ് ഓപ്പണിംഗ് ഇവിടെ ആബ്സെന്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈസൻമെൻഗർ സിൻഡ്രോം നമുക്കറിയാം. അത് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുമ്പം റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. റൈറ്റ് വെൻട്രിക്കിളിന്റെ പ്രഷർ കൂടുമ്പോൾ റൈറ്റ് ഏട്രിയത്തിലേക്കും പ്രഷർ കൂടുന്നു. അങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷണ്ടിങ് ഉണ്ടാവുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു, ഞാൻ ഫുൾ ആയിട്ട് ഇട്ട് തരാം. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷണ്ടിങ് നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈസൻമെൻഗേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഹലോ, ഹലോ ഹലോ, ഡോക്ടർ, കോയാക്ടേഷൻ ഓഫ് അയോട്ടന്റെ ECG ഫൈൻഡിങ്സ് ഒന്നുകൂടെ പറയാവോ? ഹലോ ഒന്നും കൂടെ പറയാവോ? ECG ഫൈൻഡിങ്സ് മാത്രം മതി. ഓക്കെ. കൊയാക്ടേഷൻ ഓഫ് അയോട്ട ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അത് അയോട്ടയ്ക്ക് ഉണ്ടാവുന്ന ഒരു നാരോയിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ നാരോയിങ് ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നത്, അയോട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെ നാരോയിങ് കാണുമ്പോൾ പ്രോപ്പർ ആയിട്ട് ബ്ലഡിന് ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി ഉണ്ടാവുമ്പോൾ ബ്ലഡ് ഒന്ന് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യാനൊരു ടെൻഡൻസി വരും. അപ്പം ലെഫ്റ്റ് ഏട്രിയയിലേക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് പൾമണറി സർക്കുലേഷൻ വഴി നമ്മുടെ ലങ്സിലേക്ക് ബ്ലഡ് കയറുന്നു. അങ്ങനെ ആ ലങ്സ് വഴി പൾമണറി ആർട്ടറിയിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് പൾമണറി ആർട്ടറി വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഫുള്ള് ബാക്ക് ഫ്ലോ ആണ് നടക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മുഴുവൻ ബാക്ക് ഫ്ലോ നടന്നിട്ട്
റൈറ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയയിലേക്കും ആ പ്രഷർ അങ്ങ് നല്ല രീതിയിൽ കൂടുന്നു. അപ്പൊ റൈറ്റ് സൈഡിൽ ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു. റൈറ്റ് സൈഡഡ് ഫെയിലിയർ ആ ഒരു റൈറ്റ് സൈഡഡ് ഹൈപ്പർട്രോഫി, റൈറ്റ് വെൻട്രിക്കിളിന് ഹൈപ്പർട്രോഫി ഉണ്ടാവുമ്പോൾ QRS ആക്സിസ് റൈറ്റ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നു. അതാണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് അവിടെ ഓർക്കേണ്ടത്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ താങ്ക് യു. ഓക്കെ. ഹലോ 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 ഡോക്ടർ. ഹലോ, കേൾക്കാവോ? കേക്കാം. മറ്റേ ലൂട്ടൺ ബാച്ചർ സിൻഡ്രോം പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ അത് ASD പ്ലസ് MS അല്ലേ? മിട്രൽ സ്റ്റിനോസിസ് അല്ലേ? മിട്രൽ സ്റ്റീനോസിസ് ASD വെൻട്രിക്കുലർ സെപ്റ്റൽ അല്ല, ASD പ്ലസ് അയോട്ടിക് സ്റ്റീനോസിസ് എന്നായിരുന്നു കാണിച്ചത്. അല്ല, ഡോക്ടർ മിട്രൽ മിട്രൽ സ്റ്റീനോസിസ് ആണോ? അതെ ASD പ്ലസ് മിട്രൽ സ്റ്റീനോസിസ് ആണ് ലൂട്ടൺ ബാച്ചർ സിൻഡ്രോം. ഓക്കെ. പിന്നെ അത് കൂടാതെ VSDയില് ഇപ്പൊ എനിക്ക് ഏത് ബുക്കിലാന്നൊന്നും കറക്റ്റ് കൺഫേം ചെയ്ത് പറയാൻ അറിയില്ല. ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. VSDയിൽ 2 മർമർ പറയുന്നുണ്ട്. അതായത് സ്മോൾ ആണ്, ഡിഫക്റ്റ് സ്മോൾ ആണെങ്കിൽ പാൻ സിസ്റ്റോളിക് മർമറും, അത് ലാർജ് VSD ആണെങ്കിൽ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ KVKയിലൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സനുശ്രീ ഡേവിഡ്സൺ ഉണ്ട്. അതെയോ? ഇത് രണ്ടും ഉണ്ടെന്നുണ്ടോ? രണ്ടുണ്ട്. ഓക്കെ. ഇത് തന്നെയാണോ നമ്മുടെ ഡിലേ ഡയസ്റ്റോളിക് മർമറും VSDയിൽ പറയണില്ലേ? അതിന്റെ ഇന്റൻസിറ്റി വെച്ച് 3 പറയുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് ഇതാണ്, പാൻ സിസ്റ്റോളിക്കും ഇജക്ഷൻ സിസ്റ്റോളിക്കും ആണ് പറയുന്നത്. ഓക്കെ. നേരത്തെ ഒരു കൺഫ്യൂഷൻ ചോദിച്ചല്ലോ, VSDയില് ബുക്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 3 സംഭവം ഉണ്ട്. ഈ ഡിലേ ഡയസ്റ്റോളിക് എങ്ങനെയാന്ന് പറയാൻ അറിയോ? ഇല്ല ഡോക്ടർ, നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ നോക്കിയില്ല. പിന്നെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നാഡാസ് ക്രൈറ്റീരിയ എന്നാ പറയാ. NADAS ക്രൈറ്റീരിയ, നാഡാസ് ക്രൈറ്റീരിയ. NADAS നാഡാസ് ക്രൈറ്റീരിയ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിനുള്ളതാ. ഇനി ക്രൈറ്റീരിയ ചോദിച്ചിട്ട് വല്ല ക്വസ്റ്റ്യനും വരികയാണെങ്കിലേ. പിന്നെ ഡോക്ടറെ, നമ്മൾ കൊയാക്ടേഷൻ ഓഫ് അയോട്ട പറഞ്ഞില്ലേ? അപ്പൊ അതില് അസോസിയേറ്റഡ് അനോമലി ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് ആണ് കോമൺ അനോമലി. അയോട്ടിക് വാൽവ്. പിന്നെ അതിൽ കാണുന്നതാണ് നമ്മൾ കൊളാറ്ററൽസ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ആക്സിലിയയിലും സ്കാപ്പുലർ റീജിയനിലും കൊളാറ്ററൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സുസ്മാൻ സൈൻ. ഹലോ കേൾക്കുന്നുണ്ട് ഡോക്ടർ. പിന്നെ നമ്മള് റേഡിയോ ഫിമറൽ ഡിലേ പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പർ ലിംബില് BP കൂടുതലായിരിക്കും, ലോവർ ലിംബില് കുറവായിരിക്കും. അതാണ് റേഡിയോ ഫിമറൽ ഡിലേ. പിന്നെ നമ്മൾ കൊളാറ്ററൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ലേ? അപ്പം അത് കാരണം നോച്ചിങ് വരും, റിബിന് നോച്ചിങ് വരും. അപ്പൊ റിബ് നോച്ചിങ് വരും. അതിനാണ് ഡോഗ് സൈൻ, ഡോഗ് സൈൻ. പിന്നെ റിവേഴ്സ് 3 സൈൻ ഉണ്ട്, എന്നുവെച്ചാൽ നോച്ചിങ് കാരണം വരുന്ന സൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ. പിന്നെ PDAയില് ഇതില് പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസിസില് ഇതുണ്ട്, ഗിബ്സൺ മെഷീനറി മർമർ. പിന്നെ നമ്മള് ഡിഫറൻഷ്യൽ ക്ലബിങ്, ഡിഫറൻഷ്യൽ സൈനോസിസ് ഉണ്ടാവും. കാരണം താഴത്തെ ഭാഗത്തേക്ക് സപ്ലൈ കുറവല്ലേ? താഴത്തെ ഭാഗത്തേക്ക് ഇംപ്യൂർ ബ്ലഡ് അല്ലേ വരുന്നത്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ട് അവിടെ ഡിഫറൻഷ്യൽ ക്ലബിങ്, ഡിഫറൻഷ്യൽ സൈനോസിസും ഉണ്ടാവും. കാരണം അപ്പർ ലിംബ് പിങ്ക് ആയിരിക്കും, ലോവർ ലിംബ് സൈനോസ്ഡ് ആയിരിക്കും. പിന്നെ ടെട്രോളജി ഓഫ് ഹാരറ്റില് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ആണ് കാണാം. ഒന്നും കൂടെ പറയാമോ ഡോക്ടറെ? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, ഒരു വുഡൻ ഷൂന്റെ ബൂട്ട് ഷേപ്പ്. ചെസ്റ്റ് എക്സ്റേയിലല്ലേ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്? ചെസ്റ്റ് എക്സ്റേ. പിന്നെ അതിൽ കാണുന്ന സൈൻ ആണ് ഫാലറ്റ് സൈൻ ഓർ ഫാലറ്റ് സ്പെൽ. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഇങ്ങനെ സ്ക്വാട്ടിംഗ് പൊസിഷനില്ലേ, നമ്മളിങ്ങനെ മുട്ടുകുത്തിരിക്കൂലേ, അപ്പൊ ആ ഷണ്ടിങ് കുറച്ച് കുറയും. അപ്പൊ കുട്ടി എല്ലപ്പോ ആ പൊസിഷനാണ് അഡോപ്റ്റ് ചെയ്യുക. അതാണ് ഫാലറ്റ് സൈൻ. സ്ക്വാട്ടിംഗ് പൊസിഷനിലായിരിക്കും കുട്ടി ഇരിക്കുന്നത്. അതാണ് ഫാലറ്റ് സൈൻ.
ആ. ആ സിംറ്റംസ് ആണ് സാലഡ് സ്പെൽസ്. അപ്പൊ കുട്ടിക്ക് ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യൂലേ, ആ സിംറ്റം ആണ് സാലഡ് സ്പെൽസ്. സാലഡ് സ്പെൽസ്. സാലഡ് സ്പെൽസ് ഇങ്ങനെ വരുമ്പോഴാണ് കുട്ടി ഈ സ്ക്വാട്ടിംഗ് പൊസിഷൻ അറ്റൈൻ ചെയ്യുക. അപ്പോഴാണ് അതിനെ വിളിക്കുന്നതാണ് സാലഡ് സൈൻ. ഓക്കെ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്പോസിഷൻ പറഞ്ഞില്ലേ, ഗ്രേറ്റ് വെസൽസിന്റെ കംപ്ലീറ്റ് ട്രാൻസ്പോസിഷൻ, അതിന്റെ ചെസ്റ്റ് എക്സ്റേ ആണ് എഗ് ഓൺ സൈഡ്. കാണുമ്പോൾ നമുക്ക് എഗ് ഓൺ സൈഡ് തോന്നുക, ഒരു എഗ് എടുത്ത് വെച്ച പോലെ ഉണ്ടാവും നടുവില്. ഇത്രയേ ഉള്ളൂ ഡോക്ടറെ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഈ പറഞ്ഞതൊന്ന് ഗ്രൂപ്പിലൂടെ ഇടണേ. ഇട്ടേക്കെ ഡോക്ടറെ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡിസ്കഷനോ അഡീഷൻസോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ ഹലോ പറഞ്ഞോ ഡോക്ടറെ. ഹലോ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് പറഞ്ഞില്ലേ, PDA ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് പറഞ്ഞില്ലേ നമ്മുടെ കോംപ്ലിക്കേഷൻ ആയിട്ട്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് VSD ആണ്. ഏറ്റവും കോമൺ ആയിട്ട് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് വരിക. ഹലോ 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 ആ കേൾക്കുന്നുണ്ട് ഡോക്ടറെ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കാണുന്നത് ASD-യിലാണ്. ASD-യിലാണ്. ഓക്കെ. മോസ്റ്റ് കോമൺ VSD-യിലും ലീസ്റ്റ് കോമൺ ASD-യിലും. പിന്നെ ASD മറ്റേ ഡൗൺ സിൻഡ്രത്തില്, ഡൗൺ സിൻഡ്രം ആണ് ASD കാണുന്ന ആ കൺജന്റൽ അനോമലി, മറ്റേ ജനറ്റിക് ഡിസീസ്. അത് ഏത് ജനറ്റിക്കിലാണ് ഏത് അനോമലിയാണ് കാണുന്നത്. ടർണർ സിൻഡ്രോമില്. ടർണർ സിൻഡ്രത്തില് കൊയാക്ടേഷൻ ആണ് കാണുന്നത്. ഡൗൺ സിൻഡ്രത്തിലാണ് ASD. കേൾക്കാവോ? ഹലോ കേൾക്കാം ഡോക്ടറെ, കേൾക്കാം. ഡൗൺ സിൻഡ്രത്തിലാണ് ASD. ടർണർ സിൻഡ്രോമില് കൊയാക്ടേഷൻ ഓഫ് അയോർട്ട. ഓക്കെ. ഐശ്വര്യ ഡോക്ടറെ, ഒരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ എയ്സൻ മെഞ്ചേഴ്സ് സിൻഡ്രോം പറഞ്ഞിരുന്നില്ലേ, അതിനകത്ത് ആ ഷണ്ടിന്റെ ഒന്നും കൂടെ പറയാവോ? റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാ ഷണ്ടിങ് നടക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്. നോട്ടിനകത്ത് ലെഫ്റ്റ് റൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് ഈ നമ്മള് പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ, അത് ഞാൻ എങ്ങനെ അത് ഇവോൾവ് ചെയ്യണമെന്ന് എഴുതിയതാ. അത് അങ്ങനെ ഞാനത് അത് അങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഒരു സെന്റൻസ് വിട്ടു പോയായിരുന്നു, അങ്ങനെ ക്രോപ്പ് ചെയ്തെടുത്തപ്പോഴത്തേക്കും. അതാ ഞാൻ ഫുള്ളായിട്ട് നോട്ട് ഇടാം അതിന്റെ അകത്ത്. ഈ ASD-യിലും VSD-യിലും ഒക്കെ ആദ്യം ഷണ്ടിങ് ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ പ്രഷർ ഏരിയ കൂടുതൽ ലെഫ്റ്റിലല്ലേ? അതെ, പ്രഷർ ലെഫ്റ്റില് കൂടുതൽ. ഹലോ. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് ഉണ്ടാവുക. പിന്നെയാണ് അത് റിവേഴ്സ് ആവുക. പണ്ട് ഹൈപ്പർടെൻഷൻ ഡെവലപ്പ് ചെയ്ത റിവേഴ്സൽ ഓഫ് ഷണ്ട് വരും. ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് ആവും. അപ്പോഴാണ് ഈസ്റ്റേൺ മെഞ്ചർ സിൻഡ്രോം ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഫലത്തില് നേരത്തെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് തന്നെയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയഗ്നോസിസ് ഏർലി വരുന്നത്. ഓക്കെ, ശരി ഡോക്ടർ. ഐശ്വര്യ ഡോക്ടറെ, CVS-ന്റെ ക്ലാസ് ഇനി എന്നത്തേക്ക് ഉണ്ടാകും? CVS-ന്റെ ക്ലാസ് ഇനി നാളത്തേക്കില്ലായിരുന്നു സാർ. നാളെയും മറ്റന്നാളും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് മതി.
നാളെ ഈവനിങ് നമുക്ക് മറ്റേ ആമിന ഡോക്ടറുടെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിൽ ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്, ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അതായിരിക്കും നാളെ ഈവനിങ് 6:30. മറ്റന്നാളുള്ള കാര്യം പറയാം. നാളത്തെ ഒരു ക്ലാസ് കൂടെ ആകുമ്പം കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സും നാളെ തീരും. ഡോക്ടർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ. ഇപ്പം അതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡൗൺ സിൻഡ്രോമിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന കാർഡിയാക് ഡിഫക്റ്റ് ഏതാന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ASD ആണോ വരുന്നത് അല്ലെങ്കിൽ എൻഡോകാർഡിയൽ കുഷൻ ഡിഫക്റ്റ് ആണോ വരുന്നത്? അങ്ങനെ ഡൗൺ സിൻഡ്രോമില് നമ്മള് ASD എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സനുശ്രീ ഡോക്ടർ അല്ലേ? ഡോക്ടർ? സനുശ്രീ ഡോക്ടറെ പോയോ? പക്ഷെ ഞാൻ ആണെന്ന് തോന്നുന്നു. അത് കാണണ്ടായി. എന്താ പറയാ, ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എൻഡോകാർഡിയൽ കുഷൻ ഡിഫക്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ASD ഡൗൺ സിൻഡ്രോമിൽ ASDയും വരാം. അങ്ങനെ ഒന്ന് കൺഫേം ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് അങ്ങനെ വേണമെങ്കിലൊക്കെ വരാം. കാരണം ടേണർ സിൻഡ്രോം ഏത് കാർഡിയക് കണ്ടീഷനാണ് ടേണർ സിൻഡ്രോം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരിക. പിന്നെ ന്യൂനൻ സിൻഡ്രോം ഉണ്ട്, അതിലേതൊക്കെ വരാം, അങ്ങനെയൊക്കെ വരാൻ വേണമെങ്കിൽ. അതുപോലെ പിന്നെ റൂബല്ലയിൽ ഏറ്റവും കൂടുതൽ PDA പേറ്റന്റ് ആർട്ടീരിയോസിസ് ആണ് വരുന്നത്. പിന്നെ വേറെ ഇതിലില്ലാത്ത ഒന്നാണ് SLE ഏറ്റവും കൂടുതൽ കാണുന്നത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആണ്. കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. അതെ അതെ, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആവാം. പിന്നെ ASD വേറൊരു സിൻഡ്രോമും കൂടി ഉണ്ട്. നേരത്തെ ഗ്ലൂട്ടൻ-ബാച്ചർ സിൻഡ്രോം പറഞ്ഞില്ലേ? പറഞ്ഞു. അത് കൂടാതെ വേറൊന്ന് എലിസ് വാൻ ക്രിവെല്ലോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ELLIS VAN CREVELLO എലിസ് വാൻ ക്രിവെല്ലോ. അതെന്ന് വെച്ചാൽ ASD പ്ലസ് പോളിഡാക്ടിലിയ. അതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പിന്നെ നേരത്തെ ടെട്രോളജി ഓഫ് പാലറ്റില സ്പെല്ല് പറഞ്ഞില്ലേ, സൈനോട്ടിക് സ്പെല്ല് പറഞ്ഞില്ലേ ഡോക്ടർ, സനുശ്രീ ഡോക്ടർ പറഞ്ഞില്ലേ? പറഞ്ഞു. അതിനെ വിളിക്കുന്ന വേറെ പേര് സൈനോട്ടിക് സ്പെൽ ബ്ലൂ സ്പെൽ എന്ന് പറയാം, ടെറ്റ് സ്പെൽ എന്ന് പറയും, TET സ്പെല്ല്, ടെറ്റ് സ്പെല്ല്. ടെറ്റ് സ്പെല്ലും നേരത്തെ ഒരു പേരൂടെ പറഞ്ഞില്ലേ ഡോക്ടറെ? അത് ഫാലറ്റ് സ്പെല്ലിനല്ലേ പറഞ്ഞത്? അങ്ങനെ ഫാലറ്റ് സ്പെല്ലും ടെറ്റ് സ്പെൽ എന്ന് പറയൂല്ലേ? അതെ, ബ്ലൂ സ്പെൽ എന്ന് പറയും. വേറൊന്ന് ഹൈപ്പർ എപ്നിക് സ്പെൽ എന്ന് പറയും. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. 10 മിനിറ്റ് കൂടെ സമയം എടുക്കാം. ഒരുപാട് പേര് റിലീവ് ചെയ്യുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.